ദൈവത്തിൻ്റെ ഛായയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത് ദൈവത്തിനൊരു സാദൃശ്യമുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. എന്താണ് സാദൃശ്യം? കാണാൻ പറ്റുന്ന ദൃശ്യമാണ്, കാണാൻ പറ്റുന്നത്. എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം? നമ്മൾ കാണും. മോശ, പുറപ്പാടിൻ്റെ പുസ്തകം 3 നമ്മൾ വായിക്കുക. മോശ ആടിനെ മേയ്ക്കുമ്പോൾ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. കത്തുന്നിങ്ങനെ തീ കത്തുകയാണ്, പക്ഷെ മുൾപ്പടർപ്പ് കത്തി അമരുന്നില്ല. അവിടുന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ സ്വരം, മോശേ മോശേ നിന്റെ കാലിലെ ചെരുപ്പ് നീ ഊരിക്കളയും, ഇത് പരിശുദ്ധമാണ്. ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് സംസാരിച്ചു. മോശ ദൈവത്തിൻ്റെ രൂപം കണ്ടില്ല, പ്രകാശം മാത്രം കണ്ടു, കത്തുന്ന പ്രകാശം മാത്രം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സാദൃശ്യം പ്രകാശമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ബൈബിളിൽ വായിക്കും, 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം. അവിടെ നമ്മൾ എന്താ വായിക്കുക? ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. എല്ലാവരും ഇത് പറഞ്ഞേ, ദൈവം പ്രകാശമാണ്. ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മറക്കണ്ട, ദൈവം പ്രകാശമാണ്. പ്രകാശത്തെ മറച്ചു വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുക, 1 മുതലുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. നിങ്ങൾ ബൈബിൾ എടുത്ത് യോഹന്നാന്റെ സുവിശേഷം എടുത്ത് 1-ാം അധ്യായം എടുത്ത് അവിടെ ഇങ്ങനെ വായിച്ചു നോക്കിക്കുക, എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനമെന്ന്. അതൊരു വളരെ വളരെ ദൈവാനുഭവമുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളെല്ലാം നമുക്കൊരു വലിയ സത്യം വിളിച്ചു പറയുകയാണ് നമ്മളോട്. ഞാൻ വായിക്കാം, നിങ്ങൾ നിങ്ങളുടെ ബൈബിളിലൊന്ന് നോക്കി വെച്ചേക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. 4-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നമ്മുടെ വെളിച്ചം ഏതാണ്? സൂര്യൻ, ചന്ദ്രൻ, ഇലക്ട്രിസിറ്റി അല്ലേ? മണ്ണെണ്ണ വിളക്ക്, മെഴുകുതിരി അല്ലേ? എന്നാൽ വചനം പറയുകയാണ്, വചനം ജീവനായിരുന്നു, ആ ജീവനിൽ എന്തുണ്ടായിരുന്നു? വെളിച്ചം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വെളിച്ചത്തെ കീഴടക്കാൻ ആർക്ക് കഴിയുകയില്ല? ഇരുളിന് കഴിയുകയില്ല. നാം ദൈവത്തിൻ്റെ സാദൃശ്യമാണ്, ദൈവത്തിൻ്റെ സാദൃശ്യം പ്രകാശമാണ് എങ്കിൽ നമ്മളിലുള്ള ദൈവിക പ്രകാശത്തെ കീഴടക്കാൻ ഇരുളിന് കഴിയുമോ? സാത്താന് കഴിയുമോ? അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വെളിച്ചമായിരുന്നില്ല. അടുത്ത വചനം നമ്മളിങ്ങനെ വായിക്കുകയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ ലിംഗഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ വെളിച്ചം ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8:12, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. പ്രൈസ് ദി ലോർഡ്. ആ പ്രകാശമായ ദൈവം മത്തായിയുടെ സുവിശേഷം 5:14 പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രകാശം എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കത്തിജ്വലിക്കുക? മത്തായി 5:16 നാം വായിക്കും, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മദർ തെരേസ
മദർ തെരേസയുടെ കൂടെ നടന്ന വിജാതീയനായ നവീൻ ചൗള മദർ തെരേസയുടെ ജീവചരിത്രം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി. മദർ എന്നോട് സുവിശേഷം പ്രസംഗിച്ചില്ല, മദർ സുവിശേഷം പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു, അതെന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൽപ്രവർത്തികളാണ് നമ്മളെ കത്തിക്കേണ്ടത്, അതാണ് അപരനെയും കത്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.